PO വരുമ്പോൾ നമുക്ക് അവിടെ 30 years ഓഫീസർ പോസ്റ്റൊക്കെ വരുന്ന സമയത്ത് നമുക്കവിടെ 30 വയസ്സ് വരെയാണ് ഏജ് ലിമിറ്റ് വരുന്നത്. ഹായ്, നമ്മുടെ ഈ വർഷത്തെ IBPS എക്സാംസിൻ്റെ ഒക്കെ നോട്ടിഫിക്കേഷൻ നമുക്ക് ഈ വരുന്ന ഒരു ജൂൺ ജൂലൈ തൊട്ട് വന്നു തുടങ്ങും. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ IBPSൻ്റെ സൈഡിൽ നിന്ന് കലണ്ടർ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു എക്സാംസ് ഒക്കെ വരുമ്പോൾ സമയത്ത് ആർക്കൊക്കെ എക്സാം എഴുതാൻ പറ്റും, എന്തൊക്കെയാണ് ക്വാളിഫിക്കേഷൻ വരുന്നത്, ലൈക്ക് ഏജ് ക്വാളിഫിക്കേഷൻ, അതുപോലെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ, ഇങ്ങനെ കുറേ ഡൗട്ട്സ് വരാറുണ്ട്. അപ്പോൾ നമ്മൾ ഈ സെഷനിൽ നോക്കുന്നത് ഒരുപാട് പേര് കോമൺ ആയിട്ട് ചോദിക്കുന്ന ഒരു ഡൗട്ടാണ്, ഏത് ഏജ് വരെ എനിക്ക് ഈ എക്സാംസ് എഴുതാൻ പറ്റും എന്നുള്ളത്. അപ്പോൾ അതിലും നമ്മൾ ഈ സെഷനിൽ നോക്കുന്നത് നമുക്കറിയാം IBPS RRB എക്സാം, IBPSൻ്റെ റീജിയണൽ റൂറൽ ബാങ്കിൻ്റെ നമ്മുടെ ബാങ്ക് എക്സാംസിൽ തന്നെ ഏറ്റവും എളുപ്പമുള്ള എക്സാമാണ് ഈ IBPS RRB എക്സാംസ് എന്ന് പറയുന്നത്. ആൻഡ് നമ്മുടെ യൂഷ്വൽ ബാങ്ക് എക്സാംസിൽ നിന്ന് കുറച്ച് മാറിയ ഒരു പാറ്റേൺ ആണ് ഈ IBPS RRB എക്സാംസിനുള്ളത്. നിങ്ങൾക്ക് അറിയാമായിരിക്കും, നമ്മുടെ സാധാരണ ബാങ്ക് എക്സാംസിലൊക്കെ തന്നെ 100 ക്വസ്റ്റിനും 1 മണിക്കൂറും ആണെങ്കിൽ ഇവിടെ 80 ക്വസ്റ്റിനും നമുക്ക് 45 മിനിറ്റ്സും ആണ് വരുന്നത്. അതിലും വേറെ ഒരു ചെറിയ വ്യത്യാസം എന്താ വരുന്നതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പ്രിലിംസ് എക്സാമിലേക്ക് വരുമ്പോൾ നമുക്കവിടെ ഇംഗ്ലീഷ് ഇല്ല. ബാക്കിയുള്ള ബാങ്ക് എക്സാംസിലൊക്കെ വരുമ്പോൾ നമുക്കറിയാം ഇംഗ്ലീഷും ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡും റീസണിംഗ് ആണ് വരുന്നെങ്കിൽ ഇവിടെ നമുക്ക് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡും റീസണിങ്ങും മാത്രമേ ഉള്ളൂ, നമുക്കവിടെ ഇംഗ്ലീഷ് വരുന്നില്ല. അപ്പോൾ ഇതാണ് IBPS RRB ക്ലർക്ക് ആയാലും ശരി PO ആയാലും ശരി നമ്മുടെ ആദ്യത്തെ പ്രിലിംസ് എക്സാമിന് ഈ ഒരു പാറ്റേൺ ആണ് ഫോളോ ചെയ്യുന്നത്. അപ്പോൾ ജസ്റ്റ് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്, റീസണിങ് ആൻഡ് നമുക്ക് 45 മിനിറ്റ്സിൻ്റെ എക്സാംസ് 40 ക്വസ്റ്റ്യൻ വെച്ച് മൊത്തം 80 ക്വസ്റ്റ്യൻ മാത്രമാണ് നമുക്ക് അവിടെ ഉള്ളത്. അപ്പോൾ ആർക്കെങ്കിലും ഇംഗ്ലീഷൊക്കെ കുറച്ച് വീക്ക് ആണെങ്കിൽ നിങ്ങൾക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാം കൂടിയാണ് IBPS RRB എക്സാം എന്ന് പറയുന്നത്. പക്ഷേ അറിഞ്ഞിരിക്കുക, അതിൻ്റെ മെയിൻസ് എക്സാം വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഉറപ്പായിട്ട് അവിടെ ഇംഗ്ലീഷ് ഉണ്ടായിരിക്കും. പക്ഷേ പ്രിലിംസിന് നമുക്ക് അവിടെ ഇംഗ്ലീഷ് വരുന്നില്ല. ഇനി ഈ ഒരു ബാങ്ക് എക്സാംസിൽ തന്നെ നേരത്തെ പറഞ്ഞുള്ള ഏറ്റവും എളുപ്പമുള്ള ഒരു എക്സാമാണ് ഈ ഒരു IBPS RRB എക്സാം എന്ന് പറയുന്നത്. ബാങ്ക് എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് ആദ്യമേ എഴുതാൻ പറ്റിയ ഏറ്റവും നല്ല എക്സാമും ഈ വർഷം നിങ്ങൾക്കറിയാം, ഈ വർഷം വരാതിരിക്കുന്ന എക്സാംസിൽ നമ്മുടെ എല്ലാ വർഷവും ഈ ഒരു ബാങ്ക് എക്സാംസ് തുടങ്ങുമ്പോൾ RRB നിന്നാണ് തുടങ്ങുന്നത്, റീജിയണൽ റൂറൽ ബാങ്ക് എക്സാംസിൽ നിന്നാണ് തുടങ്ങുന്നത്. അപ്പോൾ നമ്മുടെ ആ ഒരു IBPS തന്നെ റിലീസ് ചെയ്ത കലണ്ടറിലേക്ക് നമ്മൾ വരുവാണെങ്കിൽ ഇതാണ് നമ്മുടെ IBPS റിലീസ് ചെയ്ത കലണ്ടർ എന്ന് പറയുന്നത്. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബാങ്കിങ് പേഴ്സണൽ സർവീസ് റിലീസ് ചെയ്തിട്ടുള്ള നമ്മുടെ എക്സാമിൻ്റെ കലണ്ടർ. അപ്പോൾ ഇതിൽ നമ്മൾ ഈ സെഷനിൽ നോക്കുന്ന RRBയെ കുറിച്ചാണ്. അപ്പോൾ RRB റീജിയണൽ റൂറൽ ബാങ്കിൻ്റെ ആ ഒരു ഡേറ്റ്സ് നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിൽ നമുക്ക് 2 പോസ്റ്റിനാണ് മെയിനായിട്ട് വിളിക്കുന്നത്, ഒന്ന് ക്ലർക്കൽ പോസ്റ്റും ഒന്ന് ഓഫീസർ പോസ്റ്റും PO പോസ്റ്റിനും. ഇനി അതിനെ പ്രോപ്പർലി പറയുമ്പോൾ ഒന്ന് നമ്മുടെ ക്ലർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓഫീസ് അസിസ്റ്റന്റ് എന്നാണ് പറയുന്നത്, അതുപോലെ PO എന്ന് പറയുമ്പോഴത്തേക്കും ആക്ച്വലി ഓഫീസറും അസിസ്റ്റന്റ് മാനേജർ ആ ഒരു പോസ്റ്റിലേക്കാണ് വിളിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു ഡേറ്റ്സ് ഒക്കെ തന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. നമ്മുടെ ഇപ്പം ഓഫീസർ സ്കെയിൽ 1ലേക്ക് വന്നാൽ, നമ്മൾ നേരത്തെ പറഞ്ഞ അസിസ്റ്റന്റ് മാനേജർ ഓഫീസർ ആ ഒരു സ്കെയിൽ 1ലേക്ക് വന്നാൽ നമ്മുടെ പ്രിലിമിനറി എക്സാംസിൻ്റെ ഒരു ഡേറ്റ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ആ ഒരു എക്സാംസിൻ്റെ ഡേറ്റ്സ് അവിടെ ക്ലിയർലി കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ മെയിൻസ് എക്സാം എപ്പോഴാണെന്നുള്ളത് നമുക്ക് അവിടെ ക്ലിയർലി കാണാൻ പറ്റും. അപ്പം നമ്മുടെ ഓഫീസർ സ്കെയിൽ പ്രിലിംസ് എക്സാമിൻ്റെ ഡേറ്റ് വരുന്നത് 27/7/2025, അതിൽ 2/8/2025, 3/8/2025 ആണ് നമുക്ക് വരുന്ന ഡേറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കറിയാം 27 ജൂലൈ, 2 ഓഗസ്റ്റും 3 ഓഗസ്റ്റും ആണ് നമുക്ക് വരുന്ന ഡേറ്റ്സ് എന്ന് പറയുന്നത്. ഇനി അതിൻ്റെ മെയിൻസ് എക്സാം വരുന്നത് അതിനുശേഷം ഓഗസ്റ്റ് കഴിഞ്ഞ് സെപ്റ്റംബറിലാണ് നമ്മുടെ ഡേറ്റ് ആ ഒരു മെയിൻസ് എക്സാം വരുന്നത്. അപ്പോൾ മെയിൻസ് സിംഗിൾ എക്സാമിനേഷൻ ആയിരിക്കും, ഒറ്റ ഒരു എക്സാമേ കാണത്തുള്ളൂ. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ 3/9/2025 നമ്മുടെ ആ ഒരു 13 സെപ്റ്റംബറിലാണ് ആ ഒരു എക്സാം വരുന്നത്. അപ്പോൾ നിങ്ങൾക്കറിയാം നമ്മുടെ ഒരു ജൂണിൽ നോട്ടിഫിക്കേഷൻ വരും, ജൂലൈയിൽ നമുക്ക് ഈ പറഞ്ഞ എക്സാമിൻ്റെ ഡേറ്റ് ആണ് ടുവേർഡ്സ് ദി എൻഡ് ഓഫ് ദി മന്ത്. ജൂലൈയിൽ നമുക്ക് എക്സാമിൻ്റെ ഡേറ്റ്, അതേപോലെ ഓഗസ്റ്റ് ബിഗിനിങ്ങിലും കൂടി ചേർത്തിട്ടാണ് ഈ ഒരു എക്സാം കംപ്ലീറ്റ് ആവുന്നത് നമ്മുടെ ഓഫീസർ സ്കെയിലിൻ്റെ. ഇനി ഇതേ സെയിം നമ്മുടെ ക്ലർക്കിലേക്ക് വന്നാൽ, നമ്മുടെ ഓഫീസ് അസിസ്റ്റന്റിലേക്ക് വന്നാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും അതിൻ്റെ എക്സാംസിൻ്റെ ഡേറ്റ് വരുന്നത് നമുക്ക് ആ ഒരു ടുവേർഡ്സ് ദി എൻഡ് ഓഫ് ദി ഓഗസ്റ്റ് ആൻഡ് സെപ്റ്റംബറിലായിട്ട് ഡേറ്റ്സ് വരുന്നത്. നിങ്ങൾക്ക് കാണാൻ പറ്റും 30 ഓഗസ്റ്റ് 2025 നമ്മുടെ ഫസ്റ്റ് ഡേ എക്സാം എന്ന് പറയുന്നത്. അതിനുശേഷം ബാക്കിയുള്ള ഷിഫ്റ്റിലുള്ളവർക്ക് വേണ്ടി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് 6 സെപ്റ്റംബറും 7 സെപ്റ്റംബറും ആണ് കൊടുത്തിരിക്കുന്ന ഡേറ്റ്. ആൻഡ് ഇതിൻ്റെ മെയിൻസിൻ്റെ എക്സാം വരുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും 9 നവംബറിലെ ഇതിൻ്റെ എക്സാം വരുന്നുള്ളൂ. ഇതിൻ്റെ ഒരു മെയിൻസിൻ്റെ എക്സാം വരുന്നത് 9 നവംബർ, ഓക്കെ, 9-ാം തീയതി നവംബർ 9-നാണ് ഇതിൻ്റെ എക്സാം വരുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ എക്സാംസിൻ്റെ ഡേറ്റ് 2025-2026 നമ്മുടെ ഈ ഒരു IBPS RRB എക്സാം ഡേറ്റ്സ്. അപ്പോൾ നിങ്ങൾ അതിനെല്ലാം വേണ്ടി പ്രിപ്പയർ ചെയ്ത് തുടങ്ങേണ്ട ഒരു സമയമാണിത്. ഒട്ടും തന്നെ ലാഗ് ആക്കില്ല. നിങ്ങൾക്കറിയാം ഇപ്പം നമ്മുടെ ഏപ്രിലാണ്, ഇനി നമുക്ക് ഏപ്രിൽ, മെയ്, ജൂൺ ഈ ഒരു 3 മാസം കൊണ്ട് നോട്ടിഫിക്കേഷൻ വരാൻ. നിങ്ങൾ കണ്ടുപോലെ തന്നെ നമ്മുടെ ഒരു ജൂലൈ ടുവേർഡ്സ് ദി എൻഡ് ആണ് എക്സാം നടക്കാൻ പോകുന്നത്. സോ ഓൾമോസ്റ്റ് നമുക്കൊരു 4 മന്ത്സ്, റഫ്ലി 4 മന്ത്സ് ഇല്ല, ആക്ച്വലി ഒരു 3.5 മന്ത്സേ ഉള്ളൂ എന്ന് നമുക്ക് പറയാം. ലൈക്ക് സേ നമുക്കൊരു 100 ഡേയ്സ് ഉണ്ടെന്ന് പറയാം. സോ ഈ ഒരു 100 ഡേയ്സ് നിങ്ങൾ ഏറ്റവും നല്ലപോലെ ഓൾറെഡി നിങ്ങൾ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ എത്രയും പെട്ടെന്ന് സിലബസും കംപ്ലീറ്റ് ചെയ്ത് അത്യാവശ്യം നല്ല നമ്പർ ഓഫ് മോക്ക് ടെസ്റ്റ് ഒക്കെ ചെയ്ത് ഏറ്റവും കൂടുതൽ സ്കോർ ചെയ്യാൻ പറ്റുന്ന ചില ഏരിയാസ് ഉണ്ട്. ആ സ്കോർ ചെയ്യാൻ പറ്റുന്ന ഏരിയാസ് ഒക്കെ തന്നെ നല്ലപോലെ ഫോക്കസ് ചെയ്ത് ആ ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെ ഏറ്റവും നല്ലപോലെ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഈ ഒരു കട്ട് ഓഫും ഈ ഒരു എക്സാംസ് ക്ലിയർ ചെയ്യാനും നിങ്ങൾക്ക് പറ്റും ഈ വർഷം തന്നെ. സോ പക്ഷേ അതിൻ്റെ പ്രിപ്പറേഷൻ എത്രയും വേഗം തന്നെ സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്.
ഇമ്പോർട്ടൻ്റ്. അതിനെക്കുറിച്ച് നല്ലപോലെ മനസ്സിലാക്കി, എസ്പെഷ്യലി ആദ്യമായിട്ട് പ്രിപ്പയർ ചെയ്ത് തുടങ്ങുന്നവരൊക്കെ ആണെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ അതിനെക്കുറിച്ച് നല്ലപോലെ മനസ്സിലാക്കി അതിൻ്റെ പ്രിപ്പറേഷൻ എത്രയും പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യുക. 3.5 months ഉണ്ട് സിലബസ് കംപ്ലീറ്റ് ചെയ്ത്. നിങ്ങൾക്ക് അത്യാവശ്യം ഒരു മോക്ക് ടെസ്റ്റ് 2 months കൊണ്ട് നിങ്ങൾ അത്യാവശ്യം സിലബസ് ഒക്കെ ഒന്ന് നല്ലപോലെ സെൽഫ് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്ത് അതിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയാസ് ആദ്യമേ കവർ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ, ലൈക്ക് നിങ്ങൾക്കറിയാം 20-30% ഓഫ് ദി ടോപ്പിക്സ് അതിൽ നിന്നാണ് ഓൾമോസ്റ്റ് 70-75% ഓഫ് ദി ക്വസ്റ്റ്യൻസും വരുന്നത്. അപ്പോൾ ആ ഒരു 20% ഓഫ് ദ ടോപ്പ് സ്കോറിംഗ് ടോപ്പിക്സ് ഒന്ന് മനസ്സിലാക്കി അതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് നല്ലപോലെ പ്രാക്ടീസ് ചെയ്ത് അതൊന്ന് ഇമ്പ്രൂവ് ചെയ്തെടുത്താൽ തന്നെ നിങ്ങൾക്ക് അത്യാവശ്യം എക്സാംസിന് ആ ഒരു പ്രിലിംസ് എക്സാംസ് നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റും. നമുക്ക് അവിടെ വലിയ സ്കോർ ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾക്കറിയാം കട്ട് ഓഫ് ക്ലിയർ ചെയ്താൽ മാത്രം മതി. ഓക്കെ അല്ലേ? ഇനി നമുക്ക് ഈ ഒരു സെഷനിൽ നമ്മൾ നോക്കുന്നത് ഒരുപാട് പേര് കോമൺ ആയിട്ട് ചോദിക്കുന്ന ഒരു ഡൗട്ടിനെ കുറിച്ചാണ്. എന്താണ് ഏജ് ലിമിറ്റ് ഈ ഒരു എക്സാമിൻ്റെ എന്നുള്ളത്. അപ്പോൾ നമ്മുടെ IBPS RRB ക്ലർക്ക് എക്സാമിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഓഫീസ് അസിസ്റ്റന്റ് എന്നാണ് അതിനെ പറയുന്നത്, പർപ്പസ് ക്ലർക്ക് എന്നൊക്കെയാണ് പറയുന്നത്. അതിൻ്റെ ഒരു ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 18 to 28 years ആണ് ജനറൽ കാറ്റഗറി അല്ലെങ്കിൽ അൺറിസർവ്ഡ് കാറ്റഗറിയുടെ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത്. ഇത് കൂടാതെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഇപ്പം ക്ലർക്ക് ആണെങ്കിലും PO ആണെങ്കിലും നിങ്ങൾക്ക് അവിടെ OBC ആണെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഒരു 3 years റിലാക്സേഷൻ വരുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഈ പറയുന്നത് കൂടാതെ അവിടെ ഒരു +3 years റിലാക്സേഷൻ ആണ് കിട്ടുന്നത്. ഇത് കൂടാതെ തന്നെ ഇപ്പം SC ST കാറ്റഗറി വരുന്നവരാണെങ്കിൽ അവർക്ക് പിന്നെയും അവിടെ ഒരു +5 years റിസർവേഷൻ ആണ് കിട്ടുന്നത്. ഇപ്പോൾ OBC ആണെങ്കിൽ 3 വർഷം എന്ന് പറഞ്ഞാൽ 31 വയസ്സ് വരെയും, അതുപോലെ SC ST ആണെങ്കിൽ അവർക്ക് അവിടെ 5 വർഷം കൂടിയാണ് റിലാക്സേഷൻ കിട്ടുന്നത്. അതിപ്പോൾ ക്ലർക്ക് ആണെങ്കിലും PO ആണെങ്കിലും സെയിം റിലാക്സേഷൻ ആണ് വരുന്നത്. ആൻഡ് എല്ലാ സെൻട്രൽ ഗവൺമെൻറ് എക്സാംസിനും ഇതേ റിലാക്സേഷൻ ആണ് വരുന്നത് എന്നുള്ളത് അറിഞ്ഞിരിക്കാം. ഓക്കെ, നമ്മുടെ SC ST OBC വരുമ്പോഴത്തേന് ഇതേ റിലാക്സേഷൻ ആണ് വരുന്നത്. അപ്പോൾ ഒരു ക്ലർക്ക് ആണെങ്കിൽ നിങ്ങൾക്ക് വരുന്ന ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 28 വയസ്സ് വരെയാണ്. സോ 28 years വരെ നിങ്ങൾക്ക് ആ ഒരു ക്ലർക്കിൻ്റെ എക്സാംസ് എഴുതാൻ പറ്റും. അതുപോലെ തന്നെ POയിലേക്ക് വരുമ്പോൾ നമുക്ക് അവിടെ 30 years ഓഫീസർ പോസ്റ്റൊക്കെ വരുന്ന സമയത്ത് നമുക്കവിടെ 30 വയസ്സ് വരെയാണ് ഏജ് ലിമിറ്റ് വരുന്നത്. നേരത്തെ പറഞ്ഞ അതേ റിലാക്സേഷൻ ആണ് നമുക്ക് ഇവിടെയും വരുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ ഇപ്പോൾ ഈ ഒരു ഏജ് ലിമിറ്റിലുള്ളവർ ലൈക്ക് അല്ലെങ്കിൽ നമ്മളിപ്പം ഡിഗ്രി ഒക്കെ കഴിഞ്ഞവരൊക്കെ ആണെങ്കിൽ നിങ്ങൾ ആ ഒരു 28 years വരെ സമയമുണ്ട് അല്ലെങ്കിൽ 30 years വരെ സമയമുണ്ടെന്ന് ഒരിക്കലും വിചാരിക്കില്ല. എത്രയും പെട്ടെന്ന് ആ ഒരു എക്സാംസ് ക്ലിയർ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ജോബിൽ ജോയിൻ ചെയ്തുകൊണ്ട് പിന്നെ അവിടെ ഇരുന്നുകൊണ്ട് നിങ്ങൾക്ക് ഫ്യൂച്ചർ പ്രൊമോഷൻ ടെസ്റ്റുകളോ അങ്ങനെയൊക്കെ എഴുതി പിന്നെയും നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫ് ഇമ്പ്രൂവ് ചെയ്യാനും ബെറ്റർ കരിയർ ഓപ്പർച്യൂണിറ്റിയിലേക്ക് പോകാനൊക്കെ നിങ്ങൾക്ക് അവസരം കിട്ടുകയാണ്. ഇതിൻ്റെ മേളിലോട്ടുള്ള RBI, റിസർവ് ബാങ്ക്, SBI പോലത്തെ എക്സാംസും നിങ്ങൾക്ക് എഴുതാൻ പറ്റും പിന്നെ അങ്ങോട്ട്. അപ്പോൾ നിങ്ങൾ ആ ഒരു ഏജ് ലിമിറ്റ് കഴിയുന്നതിന് മുമ്പ് തന്നെ എത്രയും പെട്ടെന്ന് നല്ലപോലെ പ്രിപ്പയർ ചെയ്ത് ഈ ഒരു വരുന്ന വർഷം ഈ വർഷം തന്നെ എക്സാംസ് നല്ലപോലെ എഴുതി എടുക്കാൻ നിങ്ങൾ ട്രൈ ചെയ്യണം. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇങ്ങനത്തെ കുറേ ഫാക്ട്സ് ഉണ്ട് നമ്മൾ എക്സാംസിനെ കുറിച്ച് അറിഞ്ഞിരിക്കേണ്ടത്. അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ നല്ലപോലെ മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾക്ക് ഈ വർഷം വരുന്ന എക്സാംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്തു തുടങ്ങാം. അപ്പോൾ അതിനു വേണ്ടി നമ്മുടെ വൈശാഖ് സാർ കണ്ടക്ട് ചെയ്യുന്ന ഒരു വെബിനാർ ഈ വരുന്ന April 16 8 മണിക്ക് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അപ്പം ആ ഒരു വെബിനാറിൽ നിങ്ങൾക്ക് ഈ വരാൻ പോകുന്ന വർഷം ഉള്ള ഇമ്പോർട്ടൻ്റ് എക്സാംസ് ഏതൊക്കെയാണ്, അതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്മൾ പറഞ്ഞ പോലത്തെ ക്വാളിഫിക്കേഷൻ ഏജ്, അതുപോലെ തന്നെ ഏജ് ലിമിറ്റും ആ എക്സാമിൻ്റെ പാറ്റേണും ഏതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ വളരെ ഡീറ്റെയിൽ ആയിട്ട് എക്സാമിനെ കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾക്ക് ഈ പറഞ്ഞ അടുത്തൊരു 3-3.5 മാസം അല്ലെങ്കിൽ 4 മാസം ഇതിൻ്റെ ഇടയ്ക്ക് ഇനി അറിയാം, നിങ്ങൾക്കറിയാം ഇത് കഴിഞ്ഞ IBPSൻ്റെ എക്സാംസും ഉണ്ട്. അപ്പോൾ ഈ ഒരു സമയം അപ്പോൾ നമുക്ക് ഏറ്റവും ആദ്യം വരുന്ന PO എക്സാമിനാണ് നമ്മൾ 3.5 മാസം എന്ന് പറഞ്ഞത്. പക്ഷെ അത് കഴിഞ്ഞിട്ട് വരുന്ന ക്ലർക്ക് എക്സാംസ് ഒക്കെ നോക്കി കഴിഞ്ഞാൽ പിന്നെയും നമുക്ക് എത്ര സമയമുണ്ട്? 4.5 മാസം സമയമുണ്ട്. അതുകൂടാതെ വേറെയും ഒരുപാട് എക്സാംസ് വരുന്നുണ്ട്. SBI ക്ലർക്ക്, SBI PO ഒക്കെ വരും അടുത്ത വർഷത്തേക്കുള്ള. അതുപോലെ തന്നെ ഈ വർഷം അവസാനത്തോടെ അതുപോലെ തന്നെ ഒരുപാട് ഇൻഷുറൻസ് കമ്പനീസിൻ്റെ എക്സാംസ് വരും. അപ്പോൾ ഇങ്ങനെ ഒരുപാട് എക്സാംസിന് വിളിക്കാനുണ്ട്. അപ്പോൾ അതിനൊക്കെ നമ്മൾ ഇനിയും നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇപ്പം പറഞ്ഞ ഏറ്റവും മിനിമം ടൈമാണ് ഈ 3.5 മാസം അല്ലെങ്കിൽ ഓൾമോസ്റ്റ് 4 മാസം എന്ന് പറയുന്ന സമയം. ഇതിൽ കൂടുതൽ സമയമുണ്ട് ബാക്കിയുള്ള എക്സാംസ് വിളിക്കാൻ വേണ്ടി, ബാക്ക് ടു ബാക്ക് ആയിരിക്കും വിളിക്കുന്നത്. അപ്പോൾ അത്യാവശ്യം ഇതിനെക്കുറിച്ചൊക്കെ മനസ്സിലാക്കി നിങ്ങൾക്ക് ഈ വരുന്ന എക്സാംസിനൊക്കെ വേണ്ടി നല്ലപോലെ പ്രിപ്പയർ ചെയ്യാനുള്ള ഒരു സമയം ഇഷ്ടം പോലെ ഉണ്ട് എന്ന് തന്നെ പറയാം. അപ്പോൾ അതിനൊക്കെ നല്ലപോലെ മനസ്സിലാക്കി നിങ്ങൾക്ക് ആ ഒരു എക്സാംസിനൊക്കെ പ്രിപ്പയർ ചെയ്ത് തുടങ്ങാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു വെബിനാർ നിങ്ങൾ കണ്ടക്ട് ചെയ്യുക. ഈ ഒരു വെബിനാർ നിങ്ങൾ അറ്റൻഡ് ചെയ്യുക. ഫ്രീ വെബിനാറാണ്, കംപ്ലീറ്റ്ലി ഫ്രീ വെബിനാറാണ്. നിങ്ങൾ ചെയ്യേണ്ട ഇത്രയേ ഉള്ളൂ. ഡിസ്ക്രിപ്ഷനിൽ ഒരു രജിസ്ട്രേഷൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അത് രജിസ്റ്റർ ചെയ്താൽ മാത്രം മതി. വെബിനാർ കംപ്ലീറ്റ്ലി ഫ്രീ ആണ്. ഓക്കെ അല്ലേ? അപ്പോൾ ഇത് മിസ്സാക്കാതിരിക്കുക. ഈ ഒരു ഓപ്പർച്യൂണിറ്റി മനസ്സിലാക്കി അതിനെക്കുറിച്ച് നല്ലപോലെ മനസ്സിലാക്കി അതിൽ പ്രിപ്പയർ ചെയ്തു തുടങ്ങാം. പിന്നെ അത് കൂടാതെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് ചോദിക്കാനുണ്ടെങ്കിൽ, എന്തെങ്കിലും രീതിയിലുള്ള ഡൗട്ട്സ് ക്ലിയർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. 7736122215. ഇതിൽ കോൺടാക്ട് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ ക്ലിയർ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നല്ലപോലെ വരാൻ പോകുന്ന എക്സാംസിന് വേണ്ടി പഠിച്ചു തുടങ്ങാം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ എക്സാംസിനൊക്കെ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ വീണ്ടും നമുക്ക് ഇവിടെ തന്നെ മീറ്റ് ചെയ്യാം. താങ്ക്